കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായല്ല, രഹസ്യമായി. ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ, ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുന്നുവോ? ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു. അവിടെ നിന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തിരുസഭയിൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ കത്ബർട്ട്. അദ്ദേഹം സ്കോട്ട്ലൻഡിൽ ജനിച്ച് നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിക്കാൻ അവസരമുണ്ടായിരുന്ന ഒരു വ്യക്തി. എന്നാൽ അദ്ദേഹം ഇങ്ങനൊരു ആശ്രമത്തിൽ കുർബാനയ്ക്ക് പോയി അവസാനം ആശ്രമത്തിൽ ചേർന്നു. പിന്നീട് ആ ആശ്രമത്തിൽ അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്ന ആശ്രമത്തിൻ്റെ ശ്രേഷ്ഠൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ തന്നെ ആശ്രമ ശ്രേഷ്ഠനാക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുകയാണ്, അദ്ദേഹം ഇതിനേക്കാളെല്ലാം ആക്റ്റീവ് ലൈഫിനേക്കാൾ ഒരു ഏകാന്തത, പ്രാർത്ഥനാ ജീവിതം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം തിരഞ്ഞെടുത്ത് ജനങ്ങളിൽ നിന്നും വിദൂരത്ത്, എന്നിട്ടും അങ്ങോട്ട് ആൾക്കാരൊക്കെ വരുമായിരുന്നു. അദ്ദേഹം അവർക്ക് ഉപദേശവും കൊടുത്തിരുന്നു, അതൊരു കിളിവാതിലിലൂടെ. അല്ലാതെ ആൾക്കാരുമായിട്ട് എങ്ങനെ ഇടപഴകി അവരുടെ കണ്ണിലുണ്ണിയായി ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹവും ഈ മനുഷ്യനില്ലായിരുന്നു. അങ്ങനെ ഏകാന്തവാസം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ബിഷപ്പിനെ, മെത്രാനെ നിയമിക്കുന്ന കാര്യം വന്നപ്പോൾ അവരുടെ ഇടയിൽ ഡിസ്കഷൻ ഉണ്ടായി. അതിൻ്റെ അവസാനം അദ്ദേഹത്തെ മെത്രാനാക്കുകയും ചെയ്തു. അദ്ദേഹം മെത്രാനായിട്ടും തൻ്റെ തപോ ജീവിതം, തപാനുഷ്ഠാനം, അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒരു മുടക്കവും വരുത്തിയില്ല. പ്രാർത്ഥനയും അതുപോലെ തന്നെ പ്രായശ്ചിത്ത പ്രവൃത്തികളുമൊക്കെ ആയിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയി. 2 വർഷം അങ്ങനെ മെത്രാനായിട്ട് സേവനം അനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയൊക്കെ ചങ്കിൽ കയറേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവമഹത്വത്തിനായിട്ട് വിനിയോഗിക്കാത്ത സമയമൊക്കെ പാഴായിപ്പോകുന്ന സമയമാണ്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീ ഭക്ഷിക്കുന്നതോ പാനം ചെയ്യുന്നതോ മറ്റെന്ത് ചെയ്യുന്നതോ ആയിക്കോട്ടെ, ദൈവമഹത്വത്തിനായിട്ട് ചെയ്യുക. നമ്മൾ ഏത് കാര്യം ചെയ്താലും ദൈവമഹത്വം. അതിന് രാവെന്നോ പകലെന്നൊന്നുമില്ല, ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ടോ ഇല്ലയോ എന്നൊന്നുമില്ല. സകല കാര്യങ്ങളും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യാൻ പഠിക്കുക. അതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. ഇങ്ങനെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മെ വിലമതിക്കും. നമുക്ക് മറ്റെന്ത് കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കാത്ത പദവികൾ പോലും നമ്മളെ തേടി വരും എന്നുള്ളതിന് വലിയൊരു തെളിവാണ് ഇവിടെ നമ്മൾ കാണുക. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് ഒരു പദവി ഉണ്ടാക്കാൻ പറ്റുക. ഇവിടെ നമ്മൾ കാണുകയാണ്, ഏകാന്തതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ തേടി മെത്രാൻ പദവി അങ്ങോട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യും എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ 2 വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ആദ്യ വായന
വളരെ നമ്മുടെ ചങ്കിൽ കയറേണ്ട ഒരു സന്ദേശം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർ പറഞ്ഞൊരു കാര്യം, ഈ നീതിമാന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവനെ നമുക്ക് വകവരുത്തണം. ഇവൻ നമുക്ക് അസ്വസ്ഥതയാണ്. പാപികളുടെ ചിന്ത പോയത്. നമ്മൾ ബൈബിളിൽ കാണുന്നൊരു കാര്യം, റോമ 12:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നന്മ കൊണ്ടാണ് തിന്മയെ കീഴ്പ്പെടുത്താൻ പറ്റുക. ഇവിടെ നമ്മൾ കാണുകയാണ്, തിന്മ കൊണ്ട് നന്മയെ കീഴ്പ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് നോക്കുന്ന ഒരവസ്ഥ. അവന് ജീവിച്ചിരുന്ന നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ വകവരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റും. യേശുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും എന്താണ്? ഇനി അവന് നന്മ ചെയ്ത് മുന്നോട്ട് പോയി. അവന് പരസ്യമായിട്ട് വരാൻ പോലും പറ്റാത്തൊരവസ്ഥ. കാരണം അവർ ഒരവസരം നോക്കിയിരിക്കുകയാണ് അവനെ പിടിക്കാനും അവനെ വധിക്കാനും. വിവേകപൂർവം പ്രവർത്തിച്ച യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. തൻ്റെ കഴിവും സാമർഥ്യമൊക്കെ ഉപയോഗിച്ച് അവൻ വരട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ കർത്താവ് ഒരിക്കലും മുമ്പോട്ട് പോകുന്നില്ല. ആരെങ്കിലും വെല്ലുവിളിച്ചപ്പോഴേ എന്നാൽ ഇപ്പം കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞ് ആ വെല്ലുവിളിക്കനുസരിച്ച് പ്രവർത്തിച്ച ഒരു യേശു അല്ല നമ്മുടെ യേശു. വളരെ വിവേകപൂർവം പ്രവർത്തിച്ച ഒരു യേശു. അവർക്കവനെ പിടിക്കാനോ വധിക്കാനോ പറ്റിയില്ല. ഒറ്റക്കാരനെ പറഞ്ഞിട്ടുള്ളൂ, അവൻ്റെ സമയം ആയിട്ടില്ലായിരുന്നു. അല്ലാതെ അവൻ്റെ പേടി കൊണ്ടോ ചങ്കൂറ്റം കൊണ്ടോ ഒന്നും സംഭവിച്ച കാര്യമല്ല, അവൻ്റെ സമയം ആയില്ലായിരുന്നു. ഈ രീതിയിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ കാര്യത്തിലും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആയുസിൻ്റെ കാര്യമായിരിക്കാം, മറ്റേത് കാര്യമാണെങ്കിലും ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ജെറമ്യ 29:11 വചനം നമ്മളെല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട ഒരു വചന സന്ദേശമാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ പദ്ധതികളുണ്ടാകാം. അതായിരിക്കണോ നിറവേറുക, ആയിരിക്കണമെന്നില്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ തിരിച്ചറിയണം, അത് അംഗീകരിക്കണം, അത് നടക്കട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാകണം. അങ്ങനെയുള്ളവരാണ് ശരിക്കും ആത്മീയ പക്വത പ്രാപിച്ചവരെന്ന് വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. യോഹന്നാൻ 21:18 നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ പറ്റും? അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് ഈ പ്രായം ചെല്ലുന്ന വ്യക്തിയല്ല, ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നീ കൈകെട്ടി നിന്ന് കർത്താവിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറയും. നീ ഇതിനകത്ത് എന്താ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അങ്ങനെ ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. പരിശുദ്ധ കന്യാമറിയം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നിൻ്റെ പദ്ധതി വിടുക, എൻ്റെ പദ്ധതി എടുക്കുക എന്ന് ദൈവം ആവശ്യപ്പെട്ടത്? ഒരു തെറ്റും ചെയ്തിട്ടല്ല. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അവളുടെ പദ്ധതിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അത് അംഗീകരിച്ചപ്പോൾ മറിയത്തിന് അതിൻ്റേതായിട്ടുള്ള മഹത്വം ഉണ്ടായി, ലോകത്തിന് അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടായി. നമ്മളൊക്കെ നമ്മുടെ പ്ലാനും പദ്ധതിയിലും കടിച്ചു തൂങ്ങി കിടക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അതിൻ്റേതായിട്ടുള്ള നന്മ വരും, നമുക്ക് അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓസിയ പ്രവാചകൻ്റെ കാര്യം. കല്യാണം പോലും കഴിക്കാതെ അത് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ചത്. ഇന്നത്തെ യുവാക്കൾ ചിന്തിക്കുന്നത് പോലെ അവരുടെ സ്വാർത്ഥപരമായിട്ടുള്ള നീക്കമായിരുന്നില്ല ഞാൻ കെട്ടുന്നില്ല എന്ന് പറഞ്ഞത്. ഇത് ശുദ്ധമായൊരു നിയോഗത്തോടു കൂടി ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എനിക്ക് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം, അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തി. കറക്റ്റ് അവൻ്റെ തന്നെ അടുത്ത് വന്നിട്ട് ദൈവം പറയാണ്, നീ കല്യാണം കഴിക്കുക. ആ ദൈവത്തിൻ്റെ പദ്ധതി അതാണെങ്കിൽ എൻ്റെ പദ്ധതി ഞാൻ വിട്ടേ പറ്റൂ എന്ന് ചിന്തിച്ച് അതിന് തയ്യാറായി. അപ്പോൾ അവനോട് പറയാണ്, നീ ഒരു വേശ്യയെ കല്യാണം കഴിക്കണം. ആരെങ്കിലും കല്യാണം പോലും വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ആർക്കാണത് സ്വീകാര്യമാവുക? ഇനി അതാണോ ദൈവം ആവശ്യപ്പെടുന്നത്? ആണെങ്കിൽ അത് നടക്കട്ടെ. എനിക്കതിൻ്റെ പേര് കുറേ നാണക്കേട്, മാനക്കേട് ഇതെല്ലാം ഉണ്ടാവും. എന്നാലും വേണ്ടിയില്ല, ദൈവത്തിൻ്റെ പദ്ധതി അതാണെങ്കിൽ അത് നടക്കണം. ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പറയാണ്, ഏതെങ്കിലും വേശ്യയല്ല, ഞാൻ കാണിച്ചു തരുന്നവളെ നീ കെട്ടണം. എന്നിട്ട് കാണിച്ചു കൊടുത്ത ആരെയാ? ഒരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. എല്ലാവർക്കും അറിയാമായിരുന്നു അവളൊരു വേശ്യയാണെന്ന്. അവളെ കെട്ടാൻ പറഞ്ഞു. ഇനി അതും കഴിഞ്ഞപ്പോൾ അവളാണെങ്കിൽ അവളുടെ തനി സ്വഭാവം കാണിച്ച് ഓസിയായി വിട്ടച്ചിട്ട് പോയി. അവളുടേതായ പഴയ പാപജീവിതത്തിലേക്ക് പോയി.
പ്രവാചകൻ ചിന്തിച്ചു കാണും, ഏതായാലും അവളായിട്ട് പോയതാ, ഞാൻ ഇറക്കി വിട്ടൊന്നും അല്ല, പോട്ടെ, ഇനിയെങ്കിലും എനിക്ക് സമാധാനമായിട്ട് ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളാമല്ലോ. ഉടനെ ദൈവം പറയാണ്, അവളെ ഉപേക്ഷിക്കരുത്, നീ പോയിട്ട് അവളെ ഭാര്യയായി സ്വീകരിക്കുക. ഇന്ന് എന്ത് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞാണ് ജീവിത പങ്കാളിയെ നെഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്നൊക്കെ മാറ്റിക്കളയാനായിട്ട് മനുഷ്യർ നോക്കുക. ഇവിടെ ഇത്രയും വലിയ അവസ്ഥ വന്നിട്ട് പറയാണ്, ഉപേക്ഷിക്കരുത്, നീ അവളെ സ്വീകരിക്കുക, നിനക്ക് അവളിൽ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. എന്നിട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇടാൻ ഇഷ്ടപ്പെടാത്ത പേരുകൾ പോലും കൊടുത്തു. ജസ്രയേൽ ഒരു കൊച്ചിന് കൊടുത്ത പേരാ, കരുണ ലഭിക്കാത്തവൾ മറ്റൊരു കൊച്ചിന് കൊടുത്ത പേരാ, എൻ്റെ ജനമല്ല വേറൊരു കൊച്ചിന് കൊടുത്ത പേര്. അങ്ങനെ നമ്മളാരെങ്കിലും ഇങ്ങനത്തെ പേര് നമ്മുടെ മക്കൾക്കിടാനായിട്ട് ഇഷ്ടപ്പെടുമോ? സകല പ്ലാനും പദ്ധതിയും ഇഷ്ടങ്ങളും പൊളിച്ചടക്കി അവനെ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ രൂപപ്പെടുത്തി കർത്താവ് എടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദൈവം ഹോശേയോട് പറയാണ്, ഇനി നീ പോവും ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറയുക, ഇതാണ് ഞാൻ അവരോട് കാണിക്കുന്ന സ്നേഹം. കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ സാധാരണക്കാരുടെ മനസ്സിൽ കൂടെ പോകാവുന്ന ചിന്ത, ഒരു നല്ല മനുഷ്യനെ ഇട്ട് കുരങ്ങ് കളിപ്പിച്ചില്ലേ, ആ മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതുപോലത്തെ അപമാനം ഏറ്റെടുക്കേണ്ടി വരാനായിട്ട് ദൈവം വിട്ടുകൊടുത്തേ? ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് തീരുമാനിക്കും അതിന് ഏത് വഴിക്ക് പോകണം, അതെങ്ങനെ പോകണം എന്നുള്ളത്. അത് കൈകെട്ടി നിന്ന് അംഗീകരിക്കാൻ പറ്റുന്നവർ ആത്മീയ പക്വത പ്രാപിച്ചവരാണ്. അവരുടെ ഗണത്തിൽപ്പെടാൻ നമ്മയും അനുവദിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.